ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റ് റിമാൻഡ് അപ്പീൽ ചെയ്തുകൊണ്ടുള്ള ദില്ലി ഹൈക്കോടതി വിധിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു അന്തിമ വിധി എഴുതുന്നത് പോലെയാണ് ദില്ലി ഹൈക്കോടതി ഈ വിധി എഴുതിയിരിക്കുന്നത്. മെറ്റീരിയൽ കളക്റ്റഡ് ബൈ ഇ ഡി റിവീൽസ് ദാറ്റ് കെജ്രിവാൾ കൺസ്പയർഡ് ആൻഡ് വാസ് ഇൻവോൾവ്ഡ് ഇൻ ഫോർമുലേഷൻ ഓഫ് എക്സൈസ് പോളിസി ആൻഡ് യൂസ്ഡ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ കീഴ്ക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിചാരണയിൽ എന്തെങ്കിലും പ്രതീക്ഷ വേണ്ട. ഈ വിധിയിൽ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമല്ലോ. ആ അപ്പീലിൽ ഈ പറയുന്ന വിധിന്യായത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ കെജ്രിവാൾ രക്ഷപ്പെട്ടു. അവിടെയാണ് നമ്മൾ കപിൽ സിബൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത്. കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞത് കീഴ്ക്കോടതിയിലേക്ക് വിടല്ലേ, ഇവിടെ തന്നെ എന്നെ കേട്ട് ഈ കേസ് തള്ളിക്കോളൂ എന്നാണ്. അപ്പോൾ ജസ്റ്റിസ് ഖന്ന കീഴ്ക്കോടതിയിലേക്ക് വിട്ടു. അപ്പോൾ കപിൽ സിബൽ പറയുന്നൊരു കാര്യമുണ്ട്. ചരിത്രം കോടതിയെ പരാമർശിക്കുമ്പോൾ ഈ കാലഘട്ടം സുവർണ ലിപികളിലല്ല രേഖപ്പെടുത്തുക എന്ന്. അതിലെല്ലാം ഉണ്ട്. അത് കൂടുതൽ നമ്മളിപ്പോൾ കോടതിയെ വിമർശിക്കേണ്ട കാര്യമില്ല. ഇവിടെ ജനറൽ ഇലക്ഷൻ സമയത്താണ് അഭിഷേക് മനു സിംഗ്വി വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് സമയത്താണ് അറസ്റ്റ് എന്നാണ്. അവിടെ കോടതി പറയുന്നത് പെറ്റീഷണർ ഹാസ് ബീൻ അറസ്റ്റഡ് ഇൻ മണി ലോണ്ടറിംഗ് കേസ് ആൻഡ് കോർട്ട് ഹാസ് ടു എക്സാമിൻ ഹിസ് അറസ്റ്റ് ആൻഡ് റിമാൻഡ് ആസ് പെർ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് ടൈമിംഗ് ഓഫ് ഇലക്ഷൻ എന്നാണ് ദില്ലി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ കേരള ഹൈക്കോടതി ഒരു വിധി പറഞ്ഞത്, ഇലക്ഷൻ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യേണ്ട, ശല്യപ്പെടുത്തേണ്ട എന്നുള്ളത്. അപ്പോൾ രണ്ട് ഹൈക്കോടതികൾ തമ്മിലുള്ള താരതമ്യം ഇന്ന് തന്നെ ഒരേ ദിവസം രണ്ട് വിധികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞിട്ടുള്ളത് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ മാപ്പുസാക്ഷികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല ഈ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കുറ്റാരോപിതരായി ജയിലിൽ കിടന്നവരെ മോചിപ്പിക്കാമെന്ന വാഗ്ദാനത്തിൻ്റെ പുറത്ത് അവർ ഇലക്ട്രൽ ബോണ്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു കേട്ടുകേഴ്വിയൊന്നുമല്ല, ഇലക്ഷൻ കമ്മീഷൻ റിവീൽ ചെയ്തിട്ടുള്ള ഡാറ്റ പ്രകാരം 55 കോടിയാണ് ഉണ്ണി നേരത്തെ പരാമർശിച്ച ശരത്ചന്ദ്ര റെഡ്ഡി BJP എന്ന പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരാൾക്ക് ഇതേപോലെ ആരോപണ വിധേയനായ മറ്റൊരാൾക്ക് BJP ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ടിക്കറ്റും കൊടുത്തു. അങ്ങനെയാണ് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ ആക്ഷേപം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കോടതി എന്താ അതിനകത്ത് പറയുന്നത്? അതിനകത്തും ആ വാദത്തിനും കോടതിയുടെ മറുപടിയുണ്ട്. ഹൂ ഗിവ്സ് ടിക്കറ്റ്സ് ഫോർ കോണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ഓർ ഹൂ പർച്ചേസസ് ഇലക്ട്രൽ ബോണ്ട്സ് ഈസ് നോട്ട് ദ കൺസേൺ ഓഫ് ദ കോർട്ട് എന്നാണ്. വളരെ കൃത്യമാണ്. ആരോപണം വരുന്നു, കോടതി പറയുന്നു ഇതൊന്നുമല്ല ഞങ്ങളുടെ കാര്യം കേസാണ്. ശരിയാണ്, കേസാണ് ആവേണ്ടത്. പക്ഷെ അവിടെ ഇലക്ട്രൽ ബോണ്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടിക്കറ്റും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണമായിരിക്കുന്നു ഈ വാചകങ്ങളിലൂടെ. പിന്നെ കെജ്രിവാളിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം. അക്കാര്യത്തിലൊരു റോള് വ്യക്തമാക്കാൻ കോടതിക്കും കഴിഞ്ഞിട്ടില്ല, രാജുവിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് രാജുവിൻ്റെ വാദം എന്താണ്? കോട്ട് ഫോർഗെറ്റ് ഹിസ് റോൾ ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ലുക്ഡ് അറ്റ്. എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ബാർ പാർട്ടി എന്ന് വെച്ചാൽ 70 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 70 പ്രകാരം കേസെടുക്കുന്നത് സാധാരണഗതിയിൽ കമ്പനികൾക്കെതിരെയാണ്. ഇവിടെ ഒരു പാർട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പാർട്ടിയുടെ അഫെയർ നോക്കുന്ന ആൾ എന്നുള്ള നിലയിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റാരോപണം ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ വൈക്കേറിയസ് ലയബിലിറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ്. വൈക്കേറിയസ് ലയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ നടുമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ന സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ ചരിത്രത്തിൽ ആദ്യമായി പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം റിക്കവർ ചെയ്തിട്ടില്ല എന്നും മണി ട്രെയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാദം അവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്താ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്? അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ചന്ദാദേ ദന്താലേ എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന തരിക, ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ തരും എന്നുള്ളതാണ്. ഇവിടെ ഈ സമീപ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ്? നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ 1698 കോടി രൂപ BJPക്ക് നൽകിയ കമ്പനികൾ സർക്കാർ ഏജൻസികളുടെ റെയ്ഡ് നടന്ന കമ്പനികളാണ്. 1698 കോടി രൂപയാണെന്ന് ആലോചിക്കണം. ഇനി അതുമാത്രമല്ല, EDയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് EDയുടെയും CBIയുടെയും നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുക മാത്രമല്ല, ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് BJP കൊടുത്തിട്ടുള്ള ടാസ്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
ഒന്ന് ഈ പറയുന്ന ബിസിനസ് സംരംഭങ്ങളെ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകളെ സമ്മർദ്ദം ചെലുത്തി റെയ്ഡ് നടത്തി അവർക്ക് നരകതുല്യമായിട്ടുള്ള ഒരു അനുഭവം സമ്മാനിച്ചുകൊണ്ട് BJPക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യിപ്പിക്കുക. 2, രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കുക. 3, രാഷ്ട്രീയ നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുക. 4, ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഫണ്ട് ഏതെങ്കിലും തരത്തിൽ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് സീസ് ചെയ്യുക. ഇതാദ്യമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ EDയെ എൻഗേജ് ചെയ്യുന്നത്. അതായത് പണത്തിൻ്റെ ഉപയോഗം, ഈ സൗജന്യങ്ങൾ നൽകുന്നത്, ഈ മദ്യ അടക്കമുള്ള സൗജന്യങ്ങൾ നൽകുന്നതൊക്കെ തന്നെയും തടയാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയായി EDയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. EDയുടെ അധികാരങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല നേതാക്കന്മാരുടെയും കാര്യത്തിനകത്ത് കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് പോയിട്ടുള്ള പല ഘട്ടങ്ങളിലും നമ്മൾ ആ പേരുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ആ പേരുകൾ ഓർക്കുന്ന സമയത്ത് നോക്കൂ, ഇവരെയൊക്കെയാണല്ലോ നമ്മൾ അഴിമതിയുടെ ബിംബങ്ങൾ എന്ന് ഒരു കാലഘട്ടത്തിൽ വിമർശിച്ചിരുന്നത് എന്ന് ആലോചിക്കുകയും ഇപ്പോൾ അവരുടെ പേരുകൾ പത്രത്താളുകളിൽ നമ്മൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവിക അത്ഭുതം വേണം. ഹിമന്ത ബിശ്വ ശർമ്മ, അശോക് ചവാൻ, സുവേന്ദു അധികാരി, നാരായൺ റാണെ, അമരീന്ദർ സിംഗ്, ദിഗംബർ കാമത്ത്, പ്രേമ ഖണ്ഡു, അജിത് പവാർ, ഛഗൻ ഭുജ്ബൽ, ഭാവന ഗാവ്ലി, ഇവരൊക്കെ തന്നെ ഇന്ന് BJPയിലാണ്. പ്രഫുൽ പട്ടേൽ, ഇവരൊക്കെ തന്നെയും ഒരു കാലഘട്ടത്തിൽ അഴിമതിയുടെ കൂടാരങ്ങളായി നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. അവരെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു പത്രത്താളിലും ടെലിവിഷൻ ഫുട്ടേജിലും നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. മായാവതിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മായാവതി BJPയിൽ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് മായാവതിയുടെ കേസും നമ്മളിപ്പോൾ കേൾക്കുന്നില്ല എന്നുള്ളത്. നായിഡു, ഗൗഡ 2 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും BJPയോടൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിൽ അവർക്കെതിരായിട്ടുള്ള കേസുകൾ മുന്നോട്ട് പോകില്ല എന്ന് നമ്മൾ മനസ്സിലായിട്ടില്ല. ഏതായാലും 2019 നരേന്ദ്രമോദി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് സെക്ഷൻ 45 ഭേദഗതി ചെയ്ത് സമൻ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും റെയ്ഡ് നടത്താനും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനും അധികാരം നൽകി EDയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. നിരപരാധിയാണ്, ഇന്നത്തെ സാഹചര്യം ഇതാണ്, നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരോപണ വിധേയൻ്റെതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുവരെ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ജയിലിൽ കിടക്കും എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ നിരവധി നേതാക്കൾ ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോപണം പൂർണ്ണമായും വ്യാജമാണെങ്കിലും കേസുകൾ നീട്ടി ജയിലിലെത്തിക്കുക ആണ് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണത്. ആവർത്തിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായിരിക്കും. 2005 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ ED വരുമ്പോൾ 2005 മുതൽ 2023 വരെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതുവരെ 5906 കേസുകളാണ് ആകെയുള്ളത്. നോക്കൂ, 2005 നമുക്ക് ഓർമ്മയുണ്ടോ ആ കാലഘട്ടം എപ്പോഴാണ്? അത്രയും ദൂരെയുള്ള ഒരു കാലഘട്ടമാണത്. 5906 അവിടെ 25 കേസുകൾ മാത്രമാണ് ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടുള്ളത്. ആ 25 കേസുകൾ 5906 25 കേസുകൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കേസുകളൊന്നും ഡിസ്പോസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുക വഴി എന്താ ചെയ്തിട്ടുള്ളത്? രാഷ്ട്രീയ എതിരാളികളെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, അവരെ തുടർച്ചയായി അവർക്ക് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി അവരെ BJPയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 121 പ്രമുഖ രാഷ്ട്രീയക്കാർ 2014 മുതൽ 2022 വരെ അതിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ളതാണ് എന്ന് നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളതാണ്. 2004 മുതൽ 2014 വരെ ആകെ 112 സെർച്ചുകളാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് 26 ഇരട്ടിയായി ഉയർന്നു. 2014-2022 കാലഘട്ടത്തിൽ 2974 എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ആയുധമായി EDയെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. നോക്കൂ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട് 1ാം ഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു ബംഗ്ലാദേശിൻ്റെയോ പാകിസ്ഥാൻ്റെയോ നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു. ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മാറി. Meet the editors.